ആട് വണ്ണിറങ്ങുമ്പോൾ ഞാൻ ആക്ച്വലി സിനിമയിൽ അസിസ്റ്റൻ്റ് ആയിട്ട് പോലും ഇല്ല. ഓക്കെ, ഞാൻ ആട് 3ൻ്റെ ആർട്ട് ഡയറക്ടർ ആയിട്ടുണ്ട്. ആടിന്റെ ട്രെയിലറിൽ ഒരു വലിയ പാലം കണ്ടു. ആടിൻ്റെ കഥ പാലം ആസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ. ലൈക്ക് ഇതിൻ്റെ സ്റ്റോറി സൈഡ് എല്ലാം തന്നെ കംപ്ലീറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു വേർഷനൊന്നുമല്ല, 3 ആംഗിളിൽ കംപ്ലീറ്റഡ് ആണ്. അങ്ങനെയൊക്കെയാണ് പുള്ളി കഥ പറയാറ്. കാരണം നമുക്ക് മലയാളികളുടെ പൊതുവെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പിണങ്ങും, പിന്നെ ഇണങ്ങും, പിന്നെ അങ്ങോട്ട് വണങ്ങും. അതിൽ ആക്ച്വലി എനിക്ക് ചോദ്യം ഭയങ്കര ഇഷ്ടമായി. സത്യം പറയുകയാണെങ്കിൽ ഇത് പറയുന്ന പോലെ ഒരു ബുദ്ധിമുട്ടല്ല. ഞാൻ പറയട്ടെ, ബാക്കി ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ല അതുകൊണ്ടല്ലടാ, പറയട്ടെ. വെൽക്കം ടു ബ്ലൂപ്പ് സൗത്ത്. നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആക്ടേഴ്സ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ നിൽക്കുന്ന ഫ്രെയിം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഫ്രെയിമിനെ ഭംഗിയുള്ളതാക്കുന്ന അല്ലെങ്കിൽ മീനിങ് ഫുൾ ആക്കുന്ന, അതിലെ ഓരോ ഡീറ്റെയിൽസും സൂക്ഷ്മമായി ചേർത്ത് വയ്ക്കുന്ന ആളാണ് ആർട്ട് ഡയറക്ടർ. ചെറുപ്പത്തിൽ ചുവരിൽ ചോക്ക് കൊണ്ട് ചിത്രങ്ങൾ വരച്ച്, ജേർണലിസം പഠിക്കുമ്പോൾ കോളേജിൽ നാടകങ്ങൾക്ക് സെറ്റ് ഒരുക്കി, പിന്നീട് സിനിമാ സെറ്റുകളിലെത്തി, നാഷണൽ അവാർഡ് വിന്നറായി, ഇപ്പോൾ ദാ PDCയുടെ മെമ്പറായ ഏക മലയാളി കൂടിയായി. അനീസ് നാടോടിയാണ് നമുക്കൊപ്പം. ഹായ്. താങ്ക് യു. വലിയൊരു ലിസ്റ്റ് ഓഫ് മൂവീസ് ഉണ്ട് അല്ലേ? വരത്തൻ, സുഡാനി ഫ്രം നൈജീരിയ, കപ്പേള, കനകം കാമിനി കലഹം, ഐഡൻറ്റിറ്റി, ബസൂക്ക, വെറൈറ്റി ഓഫ് ജോൺറസ്. ഇപ്പോൾ ദാ ആട് 3 വരെ എത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ബിഗ്ഗസ്റ്റ് റിലീസ് എന്ന് വിളിക്കാവുന്ന ഒരു മൂവിയാണ് ആട് 3. യെസ്. എന്ത് തോന്നുന്നു? First of all, thank you. That was such a beautiful intro. And Aadu 3 was always special for me. ഇപ്പം നമ്മളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 കൊല്ലത്തിൻ്റെ അകത്ത് ഒരു 10-30ഓളം സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഫീൽ അത് ഇച്ചിരി ഒരു നമ്മളുടെ എൻ്റെയും എൻ്റെ ടീമിൻ്റെയൊക്കെ ഒരു കഴിവിനും നമ്മളിടുന്ന ഒരു എഫേർട്ടിനൊക്കെ ഒരു റിസൾട്ടായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ എല്ലാവിധ ഗ്രാറ്റിറ്റ്യൂഡും എനിക്ക് അവരോടുണ്ട്, യൂണിവേഴ്സലിനോടുണ്ട്, നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന മനുഷ്യന്മാരോടുണ്ട്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ആട്, ഇപ്പം എൻ്റെ ഫസ്റ്റ് സിനിമ സുഡാനി ഫ്രം നൈജീരിയ ആയിരുന്നു. അതിൻ്റെ ആർട്ട് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് ബഡ്ജറ്റിൻ്റെ ഒരു 6 ഇരട്ടി ആയിരുന്നു ആർട്ട് ബാറ്റ കൊടുത്ത്. അത്രയും കുഞ്ഞ് സ്കെയിലിൽ ചെയ്തൊരു പടം ഒരു 7-8 കൊല്ലത്തിന് ശേഷം എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ സ്കെയിലിൽ ചെയ്യുന്നൊരു പടം. സ്വാഭാവികമായിട്ടും ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്, ഒരു ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ച് എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ സ്റ്റഫും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് ആക്ച്വലി ഞാൻ അക്കാര്യത്തിൽ ഭയങ്കര ഭാഗ്യവാനാണ്. ഫ്രം ദ ഫസ്റ്റ് ഫിലിം ഇറ്റ് സെൽഫ് ഇറ്റ് വാസ് ടിയാൻ. ഞാൻ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഇവിടെ ടിയാൻ ആയിരുന്നു. അതും ആ സമയത്തൊരു വലിയ സ്കെയിലിൽ വന്ന സിനിമയാണ്. മോഹൻദാസ് മണ്ണാർക്കാട് പുള്ളീനെ അസിസ്റ്റ് ചെയ്ത സമയത്ത് അതൊരു തുടക്കക്കാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ തുടക്കമായിരുന്നു എന്നെ സംബന്ധിച്ച്. രാമോജി ഫിലിം സിറ്റിയിൽ എല്ലാവിധ ക്യാൻവാസോടും കൂടി നടക്കുന്നൊരു സിനിമ. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് വെൻ ഇറ്റ് കംസ് ടു ആട്. മൾട്ടിപ്പിൾ സെറ്റ്സ്, ഒരു 10-300 അസിസ്റ്റൻസ്. ഐ ഫെൽറ്റ് ലൈക്ക് ഞാൻ വലിയൊരു കമ്പനി നടത്തുകയാണ്. ഓക്കെ, മൾട്ടിപ്പിൾ മാനേജർമാർ, കുറേ അധികം സ്റ്റാഫ്, ഞാൻ ഇതിൻ്റെ CEO. ഓക്കെ, ഇങ്ങനെ ഫീൽ ചെയ്തത്. കാരണം ഐ വാസ് ഫീലിംഗ് ലൈക്ക് ദാറ്റ്. അത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ഒരു ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ആർട്ടിസാൻസ് ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ അതുണ്ടായത് ഇതിന് ചെറിയൊരു സ്കെയിലെങ്കിലും സംഭവിച്ചത് ഐഡൻറ്റിറ്റിയാണ്. ബട്ട് ആട് വാസ് ഒരേ സമയം 4-5 സെറ്റ് വർക്കുകൾ നടക്കുന്ന, അതെല്ലാം തന്നെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള, ഓൾമോസ്റ്റ് 1 CR അടുത്ത് വരുന്ന വലിയ വലിയ സെറ്റുകൾ. ഓരോ തവണ സെറ്റ് ഇടുമ്പോഴും നമ്മൾ വിചാരിക്കും ഇതാണ് വലിയ സെറ്റെന്ന്. അപ്പം മനസ്സിലാവും അടുത്തതാണ് വലിയ സെറ്റെന്ന്. ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. മറ്റാൾ പറഞ്ഞ പോലെ നോക്കി നിൽക്കുക വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയായിരുന്നു അത്. എല്ലാവരും ഇമ്പ്രൈസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ടീമിൻ്റെ ഇമ്പ്രൈസേഷനുണ്ട്, DOP, ഡയറക്ടർ, പിന്നെ വെതർ കാരണം വരുന്ന പ്രശ്നങ്ങൾ, കോംപ്രമൈസുകൾ, പ്രതീക്ഷിക്കാതെ വരുന്ന ഷെഡ്യൂൾ ബ്രേക്ക് കാരണം ഉണ്ടാകുന്ന ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിൻ്റെ ക്ലാഷ്, അത് കാരണം ഉണ്ടാകുന്ന കോംപ്രമൈസുകൾ. സോ ഇറ്റ് വാസ് ലൈക്ക് ഒരു 300-350 ദിവസത്തെ സ്പാനിൽ ഒരു 128 ദിവസം ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞത് ഇറ്റ് വാസ് സംതിങ് എൽസ്. അക്രോസ് കേരള, കോയമ്പത്തൂർ ആൻഡ് നാഗർകോയിൽ. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ആൻഡ്
വെയിറ്റിംഗ് ടു സീ ദ റിസൾട്ട് ഓൺ 19th. യെസ്, പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. ഐ തിങ്ക് ഈ ഷാജി പാപ്പനും ആ ടീമും എല്ലാവർക്കും ഓൾറെഡി ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അതെ അതെ. അതിൻ്റെ ഒപ്പം തന്നെ ആട് 1, 2 എന്നുള്ള പാർട്സിനേക്കാളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഭയങ്കര ഗ്രാൻഡിയോസ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ട്രെയിലർ തന്നെ. അതിൽ നിന്നും അവരുടെ ഇൻ്റർവ്യൂസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ക്ലൂസ്, മൾട്ടിവേഴ്സ്, ഫാൻറ്റസി എലമെൻറ്റ്സ്, പീരിയഡ് ഡ്രാമ എലമെൻറ്റ്സ്, ഇതെല്ലാം. സോ എല്ലാവരും പ്രേക്ഷകരും അതേ എക്സൈറ്റ്മെൻറ്റിൽ തന്നെ ഇരിക്കുകയാണ്. അതേ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഓഫ് കോഴ്സ്, എന്താ സംശയം. ആട് 1 ഇറങ്ങുമ്പോൾ ഞാൻ ആക്ച്വലി സിനിമയിൽ അസിസ്റ്റൻ്റ് ആയിട്ട് പോലും ഇല്ല. ഓക്കെ, ഞാൻ കോഴിക്കോടാണ്. നാടകം, ഷോർട്ട് ഫിലിം, മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആട് 1 ഇറങ്ങുമ്പം എന്നെ സംബന്ധിച്ച് സിനിമ ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ് അതിൻ്റെ അകത്തോട്ട് കയറി പറ്റുക എന്നുള്ളത്. ഞാൻ ആട് 3ൻ്റെ ആർട്ട് ഡയറക്ടർ ആയിട്ടുണ്ടെന്ന്. സിനിമേൻ്റെ ഒരു മാജിക് ഉണ്ട്, ഭയങ്കര രസമാണ് അത്. ഇപ്പം എന്നെ സംബന്ധിച്ചൊരു ആർട്ട് ഡയറക്ടർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന രീതിയിൽ, ഞാനെപ്പോഴും സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ സിനിമ എന്നെ കൊണ്ടുപോകുന്നില്ല എങ്കിൽ ഞാൻ പെട്ടെന്ന് ക്യാരക്ടേഴ്സിൻ്റെ അപ്പുറത്തെത്തും. പിന്നെ ഐ വിൽ ലീവ് ദാസ് ക്യാരക്ടേഴ്സ്. ഓക്കെ, ഞാൻ ക്യാരക്ടേഴ്സിൻ്റെയും സ്പേസിൻ്റെയും നടുക്ക് നിൽക്കും. ഞാൻ എന്നിട്ട് സ്പേസ് നോക്കും. എൻ്റെ ആൾക്കാർ ചോദിക്കുകയാണ്, താൻ എന്താ നോക്കുന്നതെങ്കിൽ. എല്ലാവരും ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നോക്കും, ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കും. സിനിമ എന്നെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ സെറ്റിൻ്റെ അകത്തോട്ട് പോകും. പിന്നെ സെറ്റിനെ കുറിച്ചും ലൈറ്റിനെ കുറിച്ചും മാത്രമായിരിക്കും എൻ്റെ കൺസേൺസ്. അപ്പോൾ അത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ്മാരും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും സിനിമ കാണുന്നതൊക്കെ. സ്റ്റൈലിസ്റ്റ് ആണെങ്കിൽ സ്റ്റൈലിന് നോക്കുമായിരിക്കും, സിനിമ വിടും. ഓക്കെ, എല്ലാം കാണും, ഞാൻ എല്ലാ സിനിമയും ഞാൻ പോയി കാണും. കാരണം മസ്റ്റ് നോ എൻ്റെ ഫെല്ലോ ബീയിങ്സ് എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞാൽ പറ്റും. അപ്പം അതൊരു ബേസിക് റിസർച്ചാണ് ഇതിൻ്റെ അകത്ത് നിലനിന്ന് പോകുക എന്നുള്ളതിൽ ഏറ്റവും ബേസിക് റിസർച്ചാണ് ഇറങ്ങുന്ന സിനിമകൾ കാണുക. എന്നെ സംബന്ധിച്ചൊരു സ്റ്റഡി മെറ്റീരിയൽസും കൂടെയാണ്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. വലിയൊരു കോടതിയിലൊക്കെ വലിയ സെറ്റുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ വേറെ ആർട്ട് ഡയറക്ടേഴ്സിൻ്റെ സെറ്റൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും, എന്ന് ഇതുപോലെ ഒരു സെറ്റ് ഇടാം. പക്ഷേ ടെക്നിക്കലി നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക സെറ്റ് ഇടാതിരിക്കാനാണ്. പക്ഷേ സെറ്റ് ഇടുക ഈ ഗോൾ കീപ്പറുടെ എപ്പോഴുള്ള ആവശ്യം പെനാൽറ്റി സേവ് ചെയ്യുക എന്നുള്ളതായിരിക്കുമല്ലോ. എൻ്റെ ടീമിൻ്റെ ആവശ്യം പെനാൽറ്റി വഴങ്ങാതിരിക്കുക എന്നുള്ളതായിരിക്കും. അപ്പം ടോട്ടൽ ഡയറക്ഷനും പ്രൊഡ്യൂസറൊക്കെ സെറ്റ് ഇടാതെ ഇങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കുമ്പോൾ ബേസിക്കലി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം, ഇതൊരു സെറ്റായിരുന്നെങ്കിൽ എനിക്ക് സെറ്റ് ഇടാമല്ലോ. ഓക്കെ, അങ്ങനെ ആലോചിക്കാറുണ്ട്. സോ സിനിമ എപ്പോഴും അതിൻ്റെ ആ മാജിക്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ആൾക്കാർ പറയുമ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് എനിക്കത് കിട്ടി. അത് അടിപൊളിയാണ്. ആട് 3 അങ്ങനെയായിരുന്നോ? അങ്ങനെ ഒരു പ്രോജക്റ്റ് കാരണം എനിക്ക് വലിയൊരു പ്രൊജക്റ്റ് മിസ്സായതല്ല, എൻ്റെ ഒരു ക്രൂ ഷിഫ്റ്റായി ആ സിനിമയിൽ. എൻ്റെ പ്രിയൊക്കെ തുടങ്ങിയായിരുന്നു ഞാൻ. അത് മിസ്സായി എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇച്ചിരി ഫ്യൂച്ചറിസ്റ്റിക് ഒക്കെ ആയിരുന്നു ആ പടം. അത് കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞപ്പം മിഥുൻ്റെ കോൾ വരുന്നു. അപ്പം ഞാൻ ഭയങ്കര ടെൻഷനായ കാരണം അതൊരു കാലഘട്ട സിനിമയായിരുന്നു, പീരിയോഡാണ്. അത് കുറച്ച് മുന്നോട്ട് പോകണം, പിന്നോട്ട് പോകണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് ആട് വന്നു. ആടിൽ പല കാലഘട്ടങ്ങളുണ്ട്. ആൻഡ് ഐ ഹാവ് കംപ്ലീറ്റ് ക്രിയേറ്റീവ് ഫ്രീഡം. എനിക്ക് ബജറ്റുണ്ട്. എന്നെയും ടീമിനെ അങ്ങോട്ട് കയറുവരി വിട്ട പോലെയായിരുന്നു എനിക്ക് തന്നെ ഫീൽ ചെയ്തത് ആടിൻ്റെ കാര്യത്തിൽ, അത് എക്സ്പ്ലോറേഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ എനിക്ക് മിസ്സായത് ജസ്റ്റ് ഒരു പീരീഡാണ്. എനിക്ക് ആടിൽ നിങ്ങൾ സിനിമ കാണാൻ മനസ്സിലാവും, ദർ ആർ മൾട്ടിപ്പിൾ യൂണിവേഴ്സ്, പീരീഡ്, ടൈം ലൈൻ ആൻഡ് എവരിതിങ്. അപ്പം ഞാൻ ടിയാനുമായിട്ട് ആടിനെ കമ്പയർ ചെയ്ത എന്നെപ്പോലെ ഒരു ആർട്ട് ഡയറക്ടർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാം ഉണ്ടായിരുന്നു ആടിൽ. അത് ഈവൻ ഒരു ചെറിയ കുഞ്ഞു പ്രോപ്പ് മുതൽ ഒരു ഓൾമോസ്റ്റ് 1 CR 1.5 CR ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന, ഭയങ്കര ലോജിസ്റ്റിക്സ് ഹെൽപ്പ് വേണ്ടി വരുന്ന 4-5 ക്രെയിൻ വെച്ച് ബിൽഡ് ചെയ്ത് സെറ്റ് വരെ അതിൻ്റെ അകത്തുണ്ട്. നമ്മളെ ഷ്വാങ്സിംഗ് റിഡംഷനിൽ പറഞ്ഞ പോലെ ഹോപ്പ് ഈസ് എ ഗുഡ് തിങ്. അത് മാനിഫെസ്റ്റ് ചെയ്യുക ആൻഡ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ. ഞാൻ അങ്ങനെ തന്നെ സംഭവിച്ചത്. സോ ഗ്ലാഡ്. വലിയ സെറ്റിനെ കുറിച്ച്, വലിയ ചിലവുള്ള സെറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആടിൻ്റെ ട്രെയിലറിൽ ഒരു വലിയ പാലം കണ്ടു നമ്മൾ. കഥ പറയാതെ എന്തെങ്കിലും പറയാൻ പറ്റുമോ പാലത്തിനെ കുറിച്ച്? പാലം ആസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ. ആൻഡ് ആക്ച്വലി ആട് നിങ്ങൾ കണ്ട പോലെ തന്നെ ആടിൻ്റെ ഒരു ഭയങ്കര എപ്പിക് ഫാൻറ്റസി ബാക്ക്ഗ്രൗണ്ടാണ്. ഓഫ് കോഴ്സ് സ്കെയിലപ്പ് ചെയ്തിട്ടുണ്ട്. സ്കെയിലപ്പ് പക്ഷേ ആ സിനിമ ആട് 1ഉം 2ഉം എങ്ങനെയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു മോട്ടീവ് എന്താണോ അത് തന്നെ ആയിരിക്കും ഇതിൻ്റെയും. കാരണം
അതിശക്തമായ ഉയർന്ന ആത്മവിശ്വാസത്തോടു കൂടി മണ്ടത്തരം ചെയ്യുന്ന ഒരു സംഘത്തിന് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതിപ്പോൾ ഏത് കാലഘട്ടമാണെങ്കിലും ഏത് ടൈം ലൈനാണെങ്കിലും അതിൻ്റെ അകത്തുണ്ട്. അപ്പം നീലക്കൊടിവേലി പോലെ അല്ലെങ്കിൽ നമ്മുടെ കമ്മട്ടം പോലെ ഇതിൻ്റെ അകത്തും 1-2 എലിമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ ട്രാവലാണത്. അത് ഇനിയിപ്പം ഞാൻ പറയുന്നില്ല. ഒരുപാട് അധികം സംഭവ വികാസങ്ങൾ അതുമായി ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് പല ടൈം ലൈനുകളിലായിട്ട്. ട്രെയിലറിൽ കണ്ട പോലെ തന്നെ പറഞ്ഞു പോകുന്ന പേടി. ചെറിയ പ്രോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ട്രെയിലറിൽ ഞാൻ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. ഷാജി പാപ്പൻ ഇരിക്കുന്ന, ഐ മീൻ ജയസൂര്യയുടെ കഥാപാത്രം ഇരിക്കുന്ന ഒരു സിംഹാസനമുണ്ട്, അതിന്റെ സൈഡിൽ 2 ആടുണ്ട്. ഇങ്ങനത്തെ ഡീറ്റെയിൽസിലൊക്കെ അത് അങ്ങനെ അതിപ്പോ നമ്മള് മാക്സിമം ഇൻപുട്ട് കൊടുത്തോണ്ടിരിക്കും. അപ്പം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് സിംഹാസനത്തിന് ആടിൻ്റെ തല, കൊടിയിൽ ആടിൻ്റെ തല, കൊട്ടാരത്തിൽ കയറുന്ന സ്റ്റെപ്പിൻ്റെ സൈഡിൽ ആടിൻ്റെ തല, അങ്ങനെ കുറേ നമ്മൾ 3D വരയ്ക്കും ഇതെല്ലാം. ഗ്രാമത്തിൻ്റെ എൻട്രൻസിൽ ആടിൻ്റെ തലയുള്ള വലിയ കാല് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഓവറാകുന്നത് അവിടെ ഡയറക്ടർ വെട്ടും. അത് വേണ്ട ഇതെടുത്തു, ഇത് വേണ്ട അതെടുത്തു എന്ന് അങ്ങനെ ബാക്കി ഫിൽട്ടർ ചെയ്ത് വരുന്ന കുറേ ഐഡിയാസാണ്. ഇടുമ്പോൾ നമ്മൾ എല്ലായിടത്തും ഇട്ട് കൊടുക്കും. അത് ഞാൻ പറഞ്ഞു, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. നമുക്കൊരു സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 2 പേരും ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക. നമ്മളുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് സ്പേസിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സീൻ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എത്ര കാലമായി ആ സ്പേസിലുണ്ട് എന്നുള്ളതായിരിക്കും. അവിടെ ഫ്രണ്ട്സ് വരാറുണ്ടോ, റിലേറ്റീവ്സ് വരാറുണ്ടോ, എന്നാലും എനിക്ക് സ്പേസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചിലപ്പം ഒരു 3 മാസം മുന്നേ ആയിരിക്കും നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ ബർത്ത്ഡേ നിങ്ങൾ അതിൻ്റെ അകത്ത് ആഘോഷിച്ചു, ചിലപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചത് പറിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഒരു നമ്മൾ ചെയ്യേണ്ട ഒരു പണി എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. ബാക്കിയെല്ലാം സ്ക്രിപ്റ്റിലുണ്ട്. സ്പേസ് എന്താണ്, ആ സ്പേസിൽ ആരാണ്, കൊറിയ എന്താണ്, അവർ പ്രേമിക്കുകയാണോ, അവർ അടി കൂടുകയാണോ, അവർ എന്തെങ്കിലും സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് വർത്തനം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതവിടെ ഉണ്ട്. അത് ആ നരേഷനിലുണ്ട്. അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ് ബേസിക്കലി എൻ്റെ പണി. ഐ ഓൾവേസ് കീപ് സം ബിഗ്സ് ബോട്ടിൽസ് ഓൺ വിൻഡോ സൈഡ്. ഏത് സിനിമ ചെയ്യുകയാണെങ്കിലും ഞാൻ അവിടെ കൊണ്ടുപോയിക്കും. അങ്ങനെ അതുണ്ട്, എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിയുള്ള സ്ഥലമാണെങ്കിൽ ഈ പൊട്ടുന്ന സാധനങ്ങളെല്ലാം കുറച്ച് ഉയരത്തിലായിരിക്കും. വീൽ ചെയറിലുള്ള ഒരാൾ ഒരു വീട്ടിലുണ്ട് എങ്കിൽ പല യൂട്ടിലിറ്റീസും പുള്ളിക്കാരനോ പുള്ളിക്കാരിക്കോ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഇങ്ങനെയുള്ളൊരു വ്യത്യാസങ്ങളുണ്ടല്ലോ സ്പേസിൻ്റെ അകത്ത് വരുന്നത്. ചിലപ്പോൾ ആരും നോട്ടീസ് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പണി. അത് കുഞ്ഞു കുഞ്ഞു പരിപാടിനെ കുറിച്ച് പറഞ്ഞാൽ പ്രോപ്പർട്ടിൻ്റെ കാര്യത്തിൽ വേറൊരു കാര്യമുള്ളത്, ഈ കീ പ്രോപ്സ് എന്ന് പറഞ്ഞ ഐറ്റംസ് ഉണ്ട്, സ്ക്രിപ്റ്റ് പ്രോപ്സിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പം അതാണ് നിങ്ങൾ എവിഡൻ്റ് ആയിട്ട് കാണുന്ന പ്രോപ്പർട്ടി. ഉദാഹരണത്തിന് അവർ വൈൻ കുടിക്കുന്നു, അപ്പോൾ വൈൻ ഗ്ലാസ്, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എന്ത് കാണിച്ചു, അപ്പോൾ ലാപ്ടോപ്പ്, ഇത്തരം സാധനങ്ങളുണ്ട്. എല്ലാം നിങ്ങൾ കാണുന്ന ഫ്രെയിമിൻ്റെ അകത്ത് കാണുന്ന എല്ലാം അതിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കുന്ന. ഐ ഓൾവേസ് ഗീവ് ദ ലാസ്റ്റ് കോൾ ടു DOP. അത് ഞാൻ ചെയ്യുന്ന വർക്കിൽ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അത്രയും എന്താ പറയുക പണിയുണ്ട്. അപ്പാർട്ട് ഫ്രം ദിസ് ഹോൾ സെറ്റ്, ഭയങ്കര വലിയ സെറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ സ്പേസിൻ്റെ ലാംഗ്വേജ് ഡിഫൈൻ ചെയ്യുന്നുള്ളതാണ്. അതിൽ DOP ആൻഡ് കോസ്റ്റ്യൂം ഡിസൈനർ ഹാഡ് എ വൈറ്റൽ റോൾ. അതൊരു സംയുക്ത സൈനിക അഭ്യാസമാണ്. 9 വർഷത്തോളമായി ഇൻഡസ്ട്രിയിൽ. 2017 സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇപ്പോൾ ദാ റീസെൻ്റ്ലി PDCയിൽ മെമ്പറായിട്ടുള്ള ഏക മലയാളി ആർട്ട് ഡയറക്ടറായി, പ്രൊഡക്ഷൻ ഡിസൈനറായി. അതിനെ പറ്റി സംസാരിക്കാം. PDC ആക്ച്വലി പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് കളക്റ്റീവ്. അവർ നിലവിൽ ഉള്ള ഒരു ഏറ്റവും ലാർജസ്റ്റ് ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അത് ആക്ച്വലി നോളജ് ഷെയറിങ്, നെറ്റ്വർക്കിംഗ്, ഇതൊക്കെയാണ് അവരുടെ മോട്ടീവ്. അപ്പം പ്രൊഡക്ഷൻ ഡിസൈനർ ടൈറ്റിലിൽ നമുക്ക് സിനിമ ചെയ്യുക, നമ്മളുടെ ബാക്കി
ഇതൊക്കെയാണ് എലിജിബിലിറ്റി. നമ്മളുടെ ഒരു ഡിസൈൻ മന്ത്ര എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുക. അതൊരു വലിയ ടാസ്ക് ഒന്നുമല്ല. ബട്ട് എക്സൈറ്റിംഗ് പാർട്ടീസ് ഓരോ കൊല്ലവും ഇവരുടെ ഗാദറിങ് ഉണ്ടാവും ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ വെച്ചിട്ട്. അപ്പം അത്തരം ഗാദറിങ്ങുകളിലാണ് ബേസിക്കലി ഇത്തരം പുതിയ പുതിയ ടൂളുകൾ പരിചയപ്പെടുത്തുന്നത്, പുതിയ ഡിസൈൻ തിയറീസ്. അതിൽ ഒരുപാട് വിദഗ്ധർ വന്ന് ക്ലാസ് എടുക്കുകയും വർക്ക്ഷോപ്പുകൾ ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ് ഈ PDC. എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗണിൻ്റെ സമയത്താണെന്ന് ഈ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റീനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഗൂഗിളിൽ ഇരുന്ന് മാന്തിയതിൻ്റെ ഭാഗമായി, തുരന്നതിൻ്റെ ഭാഗമായി ഒരു കമ്മ്യൂണിറ്റിനെ കാണുകയും ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ, എനിക്ക് തോന്നുന്നു ജോജോ റാബിറ്റ് അല്ലേ, ജോജോ റാബിറ്റ് സിനിമ കണ്ടതിന് ശേഷമാണ് ഈ ഒരാൾ പിന്നാലെ പോയത്, ഒരു പ്രൊഡക്ഷൻ ഡിസൈനറുടെ പിന്നാലെ പോയതാണ്. ഓൺലൈനിൽ പോയി ഇങ്ങനെ കമ്മ്യൂണിറ്റിയെ കാണുന്നു, അവർ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു, അത് പഠിക്കുന്നു. ഇൻട്രസ്റ്റിംഗ്, അടിപൊളി. അതിനകത്ത് ബ്ലോഗിംഗ് ഉണ്ട്, കുറേ വായിക്കാനുണ്ട്, കുറേ മെറ്റീരിയലുണ്ട്. പതുക്കെ നമ്മുടെ ഒരു ഓറിയൻറ്റേഷൻ അത് മാറ്റി. എനിക്ക് തോന്നുന്നു PDCൻ്റെ കുറേ അതിൻ്റെ അകത്തുള്ള കുറേ ഇൻ്റർവ്യൂസ് വായിച്ചതിന് ശേഷമായിരിക്കും ഞാൻ എൻ്റെ കൂടെ ആർക്കിടെക്ട്സിനെ എടുക്കാൻ തുടങ്ങി. അതാണ് എന്നെ സംബന്ധിച്ച് ആ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ടുള്ള എനിക്കുണ്ടായ ഒരു മാറ്റം. ഒരു ക്വാളിറ്റി ആഡഡ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു 4-5 ആർക്കിടെക്ട്സ് ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. ആർട്ട് ഡയറക്ടേഴ്സ് ആവാനും പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് ആവാനും വേണ്ടി തന്നെ വർക്ക് ചെയ്യുന്ന ആർക്കിടെക്ട്സ് ഉണ്ട്. അപ്പോൾ അത് പുറത്ത് അവരെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, പുറത്ത് ആർട്ട് ഡയറക്ടേഴ്സും പ്രൊഡക്ഷൻ ഡിസൈനേഴ്സൊക്കെ ആർക്കിടെക്ട്സിനെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ വന്നതോടുകൂടി എനിക്കുണ്ടായ ഒരു ലേണിംഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ സെറ്റ് വർക്ക് ഞാൻ എന്തെങ്കിലും ഒരു സെറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു, അതിനെക്കുറിച്ച് റെഫറൻസ് എടുക്കുന്നു, അതിനെക്കുറിച്ച് റെഫ് സ്കെച്ച് ചെയ്യുന്നു, പണി തുടങ്ങി ഒരു പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ ടീം മെമ്പേഴ്സ് വന്നിട്ട് പറയുന്നത്, വെച്ചാൽ പണി വാളി എന്ത് വയ്ക്കും, അത് ഇത്ര ഹൈറ്റ് പോയി കഴിഞ്ഞാൽ അത്ര ഹൈറ്റ് ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കും. ബിക്കോസ് നമുക്ക് ട്രബിൾ വന്നിട്ടുണ്ട്. ഇവർ വന്നതിന് ശേഷം ഈ ട്രബിൾ ഷൂട്ടിംഗ് നേരത്തെ സംഭവിക്കും. അപ്പോൾ നമ്മളൊരു ഐഡിയ പറയുമ്പോൾ, ഒരു മെഷർമെൻറ്റ് പറയുമ്പോൾ പറയും നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അങ്ങനെ ഒരു സ്ട്രക്ചറൽ ഒതൻറ്റിസിറ്റി സെറ്റുകൾക്ക് വരാൻ തുടങ്ങി. കുറേ കൂടെ എന്താ പറയുക, ക്രെഡിബിലിറ്റി കിട്ടി നമ്മുടെ ഡിസൈനുകൾക്കും. കാരണം ഇവരിത് പഠിച്ച മനുഷ്യന്മാരാണല്ലോ. ദേ ആർ നോട്ട് ജസ്റ്റ് ഗോട്ട് ക്യാരിഡ് അവേ വിത്ത് ദിസ് റെഫറൻസ് ആൻഡ് ബ്യൂട്ടി. അത് ഈ കാലഘട്ടത്തിലെ ബ്യൂട്ടി ആണെങ്കിൽ ഇവന്മാരത് എടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു പാർട്ട് ഭയങ്കര സേഫായി. അങ്ങനെ ഇവർ ഒരു കമ്മ്യൂണിറ്റിനകത്ത് ജോയിൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. മെമ്പർഷിപ്പ് കിട്ടി. ഇപ്പം നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും. അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് വായിക്കാനുണ്ട്, ഒരുപാട് ആൾക്കാർ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കോളിൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ മാഡ് മാക്സ് ഫ്യൂരി റോഡിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. പുള്ളി എന്നെ എപ്പോഴും ഇൻസ്പിറേഷൻ എന്നുള്ള സാധനം ഞാൻ വിട്ടിട്ടുണ്ട് കുറേ മുന്നേ. നമ്മൾ പ്രൊവോക്ക് ചെയ്യണം. വി ഹാവ് ടു ഗെറ്റ് പ്രൊവോക്ഡ്. നമ്മുടെ ഉള്ളിലുള്ള സാധനത്തിനെ കൊണ്ട് അൺലീഷ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൊവോക്ഡ് ആവണം. നമ്മൾ ചുമ്മാ ഇൻസ്പയർ ആയിട്ടൊന്നും കാര്യമില്ല, മോട്ടിവേറ്റഡ് ഒന്നും കാര്യമില്ല. യു ഹാവ് ടു ഗെറ്റ് പ്രൊവോക്ഡ്. ദെൻ ഇറ്റ്സ് ഓൾ അബൌട്ട് നോയ്സ്. പിന്നെ നമ്മൾ എന്താ പറയുക, വളരെ ബ്ലാങ്ക് ഒരു സ്ഥലത്ത് പോയി ഒരിക്കൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഐറ്റം നമ്മൾ ചുമ്മാ സ്കെച്ച് ചെയ്യുന്നു, കൺഫേം ചെയ്യുന്നു, നമ്മളത് 3D വരയ്ക്കുന്നു, അതിന് വാക്ക് ത്രൂ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നു, എല്ലാവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കൺഫേം ചെയ്യുന്നു. വൺസ് ഇറ്റ് ഡൺ നമ്മൾ പണി തുടങ്ങുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വളരെ ബ്ലാങ്ക് ആയിട്ടൊരു സ്ഥലം, അവിടെ നമ്മൾ ഇമാജിൻ ചെയ്തൊരു കൊട്ടാരമാണ്. ഓക്കെ. ആൻഡ് ഒരു 30-35 ദിവസത്തിന് ശേഷം ഒരിക്കൽ ഭ്രാന്തമായി ആലോചിച്ച കുത്തി വരഞ്ഞ ഒരു സെറ്റിൻ്റെ അകത്ത് കൂടെ നിങ്ങൾ നടക്കുകയാണ്. ഓക്കെ. ചുമ്മാ നമ്മൾ ക്യാൻവാസിൽ വരയ്ക്കില്ല, ഒരു പേപ്പറിൽ വരയ്ക്കുകയല്ല, ഈവൻ 3D പോലും അല്ല, റിയൽ ലൈഫ് സൈസിൽ ആ കൊട്ടാരം നമുക്ക് മുന്നിൽ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നുണ്ടാകും. അത് തരുന്ന ഒരു ആനന്ദമുണ്ട്. അപ്പോൾ അത് പറഞ്ഞു വന്നത്, അത് കുറേ കൂടെ ഈ സ്ട്രക്ചറൽ ഒതൻറ്റിസിറ്റി ഒന്നുകൂടെ എനിക്ക് കുറേ കൂടെ ഒരു അഭിമാനമായി അതിൻ്റെ അകത്തൂടെ നടക്കാൻ, വിത്തൗട്ട് ഡൗട്ട് നടക്കാൻ പറ്റി. അതൊക്കെ ഈ കമ്മ്യൂണിറ്റിൻ്റെ ഗുണമാണ്. പലപ്പോഴും ഇൻ്റർവ്യൂസിൽ ഈ സസ്റ്റൈനബിലിറ്റി, ഗ്രീൻ ഫിലിം മേക്കിംഗ് ഇതിനെക്കുറിച്ചൊക്കെ വാചാലനാവാറുണ്ട്. എവിടെ എത്തി നിൽക്കുന്നു അതിൻ്റെ റിസർച്ച്?
ആക്ച്വലി എനിക്ക് ചോദ്യം ഭയങ്കര ഇഷ്ടമായി. സത്യം പറയുകയാണെങ്കിൽ ഇത് പറയുന്ന പോലെ ഒരു ബുദ്ധിമുട്ടല്ല. ഞാൻ പറയട്ടെ, ബാക്കി ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ല അതുകൊണ്ടല്ല പറയട്ടെ. സത്യം പറയുകയാണെങ്കിൽ അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. ആ ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ആക്ച്വലി പറയുന്ന പോലെ അത്ര എളുപ്പമല്ല എന്നുള്ളത് ഇതിൻ്റെ പല മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലായി. ആൾക്കാരൊരു വലിയൊരു തെറ്റിദ്ധാരണ ഈ അപ്സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജറ്റ് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആക്ച്വലി ഇത് ബജറ്റ് സേവ് ചെയ്യുന്നില്ല. ഇതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിന് പുറത്ത് മനുഷ്യന്മാർ എടുക്കേണ്ട ഒരു കോളാണ്. അപ്പോൾ സമയപരിമിതി, ബജറ്റിൻ്റെ പ്രശ്നം എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ പ്രൊഡക്ഷൻ കമ്പനികൾക്കും ഇത് എന്താ പറയുക പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇത് അത്ര അങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ വിഷയത്തിന്. ഓരോ സിനിമ ഉണ്ടാക്കുന്ന വലിയ തോതിലുള്ളൊരു കാർബൺ ഫുട് പ്രിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് മാക്സിമം കുറയ്ക്കാൻ, കുറേ കൂടെ ഒരു ഗ്രീനർ ഫിലിം മേക്കിങ്ങിലേക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാം. കുറേ കൂടെ അപ്സൈക്കിൾ വെർഷൻ ഓഫ് സെറ്റ്സ്. ചുമ്മാ ഒരു സെറ്റ് ഇട്ട് പൊളിക്കുന്നതിന് പകരം ആ സെറ്റ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് വേറെയും ഒരു സെറ്റ് ഷെയറിങ് ഫ്രട്ടേണിറ്റി ഉണ്ടാക്കുക ഡയറക്ടേഴ്സിൻ്റെ ഇടയിൽ. അപ്പം അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാ സംസാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഈ ഒരു സസ്റ്റൈനബിലിറ്റി, കോ എക്സിസ്റ്റൻസ്, ഈ കാർബൺ ഫുട് പ്രിൻറ്റ് മാക്സിമം കുറയ്ക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഈ ഷെയറിങ്ങിലൂടെ നടക്കും. അതിനൊരു പോംവഴി ഞാൻ കണ്ടെത്തിയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പ്രസ്സിലൊക്കെ സ്റ്റൈൽ ബുക്ക് ഉണ്ട്. അതേപോലെ സ്റ്റൈൽ ബുക്ക് ഉണ്ടാക്കുക. വലിയ റിസർച്ച് ആവശ്യമുണ്ട്, ഒരുപാട് ആൾക്കാരെ കൺസൾട്ട് ചെയ്യണം. അങ്ങനെ ഒരു സ്റ്റൈൽ ബുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഡയറക്ടേഴ്സ്, പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് അതിൽ സെറ്റ് ബിൽഡ് ചെയ്യുള്ളൂ. അങ്ങനെ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം, ഇത് ചുമ്മാ റിപ്പ് അപ്പാർട്ട് ആക്കുന്നതിന് പകരം ഡിസ്മാൻഡിൽ ചെയ്യും, അത് പൊളിച്ചെടുക്കുന്നതിന് പകരം അഴിച്ചെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ഫിലോസഫി. അപ്പോൾ ഈ സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ഡിസൈൻ ആൻഡ് ഗ്രീനർ ഫിലിം മേക്കിംഗ് ഇതിൽ എനിക്ക് അവരടുത്ത ഗ്യാതറിങ്ങിൽ ഒരു പേപ്പർ അവതരിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. Wow, നടക്കട്ടെ. And congratulations, you are the only Malayali, അല്ലേ? Yeah, I'm the only Malayali and it is easy to get there. അത് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ടൈറ്റിൽ കുറച്ച് സിനിമകൾ വേണം, പിന്നെ നമ്മളുടെ പേരിൽ വന്ന ഈ ജേർണൽസ്, പിന്നെ ദാറ്റ് നാഷണൽ അവാർഡ് റിയലി ഹെൽപ്ഡ് മീ ടു ഗെറ്റ് ദറ്റ്. ചുമ്മാ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് തളരുന്നതിന് പകരം അത് പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ ഈസി ചെയ്യുന്നു മാത്രം, അത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ വർക്ക് തരുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, നാഷണൽ അവാർഡ് എന്ന പോലെയുള്ള ഒരു റെക്കഗ്നീഷനൊക്കെ കിട്ടുമ്പോൾ ഇതേ ആനന്ദം ഫീൽ ചെയ്യാറുണ്ട്? ബേസിക്കലി ഇറ്റ് ഈസ് സ്റ്റിൽ സർറിയൽ ഫോർ മീ. അതാണ് സത്യം. അത് ഒരിക്കൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ അവാർഡ് കിട്ടുമെന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ച ഒരേ ഒരു സിനിമ ലൂക്കിയാണ്. കാരണം എൻ്റെ തെറ്റൊന്നുമല്ല, എല്ലാവരും എന്നെ കൊതിപ്പിച്ചതാണ്. അതിന് ചുറ്റുള്ള സകല മനുഷ്യർ അവാർഡ് കിട്ടും, അവാർഡ് കിട്ടും ഇങ്ങനെ പറഞ്ഞു ഞാനും ആഗ്രഹിച്ച് അവാർഡ് കിട്ടുമായിരിക്കുന്നു. അവാർഡൊന്നും കിട്ടില്ല വേറെ കാര്യം. ബട്ട് ഏതൊരാൾക്കും, എനിക്ക് ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ ഞാൻ എന്നെ നോക്കുകയാണെങ്കിൽ ഒരു അസൂയാവഹമായ തുടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്നോട് ആ വിഷയത്തിൽ അസൂയ തോന്നാറുണ്ട്. എനിക്കത് കൃത്യമായി ബാങ്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ദുരിതം, എൻ്റെ സങ്കടം. ബേസിക്കലി എനിക്ക് സുഡാനി ഫ്രം നൈജീരിയ കിട്ടുന്നു. സൂൺ ആഫ്റ്റർ സുഡാനി ഫ്രം നൈജീരിയ വരത്തൻ സ്റ്റാർട്ട് ചെയ്യുന്നു. വരത്തിന് ശേഷം തമാശ സ്റ്റാർട്ട് ചെയ്യുന്നു. തമാശയ്ക്ക് ശേഷം ലൂക്ക സ്റ്റാർട്ട് ചെയ്യുന്നു. ഇറ്റ് റിയലി ഹെൽപ്ഡ് മീ. ഇത്തരം സിനിമകൾ ബിഗിനിങ്ങിൽ തന്നെ ഇത്തരം സിനിമകൾ കിട്ടിയത് എൻ്റെ ടീമിനെയും രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. ഇൻഡസ്ട്രിക്കകത്ത് നമുക്കൊരു ഇച്ചിരി ഡിമാൻഡ് ഉണ്ട്, ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. അതൊരു വലിയ കാര്യം തന്നെയാണ്. മോർ ദാൻ അവാർഡ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ ഒരാൾ വർക്ക് ചെയ്യുന്നു, ഒരു ഡയറക്ടർ വർക്ക് ചെയ്യുന്നു, ഒരു പ്രൊഡ്യൂസർ വർക്ക് ചെയ്യുന്നു, ഒരു പ്രൊഡക്ഷൻ കമ്പനി വർക്ക് ചെയ്യുന്നു. ആ സിനിമ പാക്കപ്പ് ആയതിനു ശേഷം വീണ്ടും അതേ ഡയറക്ടറും അതേ കമ്പനിയും നമ്മൾ അടുത്ത വർക്കിന് വിളിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ അവാർഡ്. നാഷണൽ അവാർഡിൻ്റെ കാര്യത്തിൽ ഞെട്ടിപ്പോയിട്ടുണ്ട്. എൻ്റെ അനിയൻ ആദ്യം വിളിച്ചു, അല്ല ഫിലിം ഇൻഡസ്ട്രിയിൽ വേറെ അനീസ് നൗഡി ഉണ്ടോ ചോദിച്ചു. ഞാൻ വന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ ഒരു മിനിറ്റ് വീണ്ടും കട്ട് ചെയ്തു. ഹി ഹാസ് ടു ഗോ ബാക്ക് ആൻഡ് ചെക്ക് അഗെയിൻ. ഓക്കെ. ആൻഡ് വീണ്ടും അബ്രു എന്ന് പറഞ്ഞ അസോസിയേറ്റിനെ വിളിച്ചിട്ട് സന്തോഷമായില്ല ചോദിച്ചു. പുള്ളി തൃശ്ശൂരല്ല. ഹൈ സന്തോഷമായില്ല. എന്ത് സന്തോഷം, ഈ കാര്യം പറയാതെ. പുള്ളി കപ്പളൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ആൻഡ് ശ്യാമേട്ടൻ. അപ്പോഴേക്കും വീണ്ടും അബ്രു വിളിക്കുന്നു, അവാർഡ് കിട്ടിയെന്ന്. ഏത് അവാർഡ്? ഹേയ് ഞാൻ ഇപ്പോൾ വീണ്ടും വരാം. അതായത് എല്ലാവരും ഡൗട്ടായി, ഇത് ഉറപ്പിക്കണ്ടെന്നുള്ള. അനിയ എന്നെ വിളിച്ചിട്ട് നിനക്ക് ഏതോ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവൻ ഗൾഫില്ല. ഓക്കെ. അപ്പോൾ തൊട്ടപ്പോഴേക്കും വൈഫിന് കൺഗ്രാജുലേഷൻ വരുന്നു. ഏതോ ഒരാൾ ടി വിയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ മറൈൻ ഡ്രൈവിലിരിക്കുക. മഹാവീര്യർ റിലീസ് അതിന് പിറ്റേ ദിവസം അതിനൊരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ്
ഒരു ഹാങ് ഓവറിൽ ഇരിക്കുകയായിരുന്നു രണ്ടുപേരും കൂടെ കാപ്പിയും കുടിച്ചിരിക്കുമ്പം ഈ ന്യൂസ് വരുന്നത് ഞെട്ടിപ്പോയി. ഞാൻ അപ്പോഴും ഉറപ്പിച്ചത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം ദർ ഇസ് നോ വേ. നമ്മൾ ആൾക്കാരെ വർക്കുകൾ ഒബ്സർവ് ചെയ്യുന്നതല്ലേ. എന്തോരം വലിയ സിനിമകൾ ഇറങ്ങിയ കൊല്ലമാണെന്നറിയാം. ആൻഡ് ഐ വാസ് വെയിറ്റിംഗ് ടു ഗെറ്റ് ദർ. ഡൽഹി പോയിട്ട് വേണം അത് ചോദിക്കാൻ. അന്ന് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് ഇപ്പോഴും എനിക്കൊരു 1.5 ദിവസത്തേക്ക് ഫോൺ താഴെ വെക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് വി ഹാവ് ടു ഗെറ്റ് ബാക്ക് ടു ഹോട്ടൽ ആസ് സൂൺ ആസ് പോസിബിൾ. കാരണം ഫോണിൽ ചാർജ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, കോൾ വന്നുകൊണ്ടിരിക്കുന്നു, മിനിസ്ട്രിയിൽ നിന്ന് കോൾ, അവിടെ നിന്ന് കോൾ, ഇവിടെ നിന്ന് കോൾ, എല്ലാവരും കൂടി. ഞാൻ പെട്ടെന്ന് മറ്റേ ആടിൽ പറഞ്ഞ പോലെ നമ്മൾ പോലും അറിയാതെ എന്തുവായെന്ന് പറയുന്നില്ല, അതുലകമായെന്ന്, അതുപോലത്തെ അവസ്ഥ. എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ചിരിച്ചിട്ട് എൻ്റെ ഇവിടെ ഫോണിലാണെങ്കിൽ പോലും ചിരിച്ചിട്ട് എനിക്കിവിടെ വേദന ആവുന്നു. ആകെ പ്രശ്നം. ഇത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കാരണം നമ്മളൊരു മത്സരത്തിന് വേണ്ടിയല്ലല്ലോ ഇത് കൊടുക്കുന്നത്. ഇത് എല്ലാ സിനിമയും എല്ലാവരും അപ്ലൈ ചെയ്യും. പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് നമ്മൾ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് വിളിക്കും ഒരു സമയം കഴിഞ്ഞാൽ. അയച്ചിട്ട് എവിടെയുണ്ട്, തിരക്കാണോ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അയച്ചു തരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏതോ ഒരു അവാർഡിന് പോകുന്നുണ്ട്. അല്ലാണ്ട് നമ്മൾ ചെയ്യുന്നതല്ല. ഇത് കമ്പനി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡയറക്ഷൻ പ്രൊഡ്യൂസർ തീരുമാനിക്കേണ്ടത് അയക്കണോ അയക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയില്ല ഏതൊക്കെ സിനിമയ്ക്കാണ് അയച്ചിട്ടുള്ളത്, ഏതൊക്കെ സിനിമയാണ് പരിഗണിക്കുന്നതെന്ന് അറിയില്ല. ഈവൻ അന്ന് അവാർഡ് പ്രഖ്യാപിക്കുന്ന ഡേറ്റ് ആണെന്ന് പോലും എനിക്കറിയില്ല. അത് ഇച്ചിരി കുറച്ച് സമയത്തേക്ക് ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു. ആൻഡ് ദാറ്റ് ഡേ ഞാൻ ജോലിയുടെ അടുത്ത് ചോദിച്ചു, എന്തിന് കപ്പേള, വൈ കപ്പേള? കാരണം ഇതിൻ്റെ 4ാമത്തെ സിനിമയായിരുന്നു. ഇറ്റ് വാസ് ആൻ അമേച്ചർ, സ്റ്റിൽ അമേച്ചർ വർക്ക് ഫോർ മീ. എൻ്റെ ടീമൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി സെറ്റാകുന്നേ ഉള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് പുട്ടിങ് ബിഗ് സെറ്റ്സ്, ഇതിൻ്റെ ഒരു ഒതൻറ്റിക് ഡീറ്റെയിലിംഗ്, ഇങ്ങനെ പുള്ളി പറഞ്ഞു. അത് അവർ എഴുതിയിട്ടുണ്ട്, മെറ്റിക്കുലസ് ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞ സാധനം. ദാറ്റ് വീട്ടിട്ട് അത് എനിക്കും എൻ്റെ ടീം നന്നായിട്ട് അറിയാം. നമ്മൾ യൂഷ്വലി ഗോ ടു സ്ക്രാപ്പ് യാർഡ്. നമ്മൾ സ്ക്രാപ്പ് യാർഡിൽ പോയിട്ട് ആണ് എല്ലാ ഡീറ്റെയിലിംഗ് പ്രോപ്പർട്ടി എടുക്കാറ്. അത് അവിടെ ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഒരു 100 സാധനം മേടിക്കാൻ 100 കടകളിൽ കയറുന്നതിന് പകരം ജസ്റ്റ് വി ഗോ ടു സ്ക്രാപ്പ് യാർഡ്. ഉപയോഗിച്ച ടൂത്ത് ബ്രഷ് വരെ കിട്ടും. സീരിയസ്ലി ഞാൻ അങ്ങനെ തന്നെ എടുക്കാറ്. ഭയങ്കര ഏജ്ഡ് ആയിരിക്കും എല്ലാ പ്രോപ്പർട്ടിയും. നല്ല രസമുള്ള ഫർണിച്ചേഴ്സ് കിട്ടും, മരുന്ന് കുപ്പികളൊക്കെ ഒരുപാട് കിട്ടും, ടോയ്സ് കിട്ടും. അപ്പം ഐ റിയലി ഹെൽപ്പ് അസ് ആ പരിപാടി. അപ്പോൾ ആ ഡീറ്റെയിലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇച്ചിരി ലൈഫും മാക്സിമം അതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരുടെ അടുത്തത് പറഞ്ഞു, ഇതുകൊണ്ടാണ് കപ്പേളയ്ക്ക് അവാർഡ് തന്നത്. ഒരുപാട് സിനിമകളുണ്ടായിരുന്നു. യു ആർ റൈറ്റ്. എങ്കിൽ പോലും ഞാൻ പറയുന്നത്, പിന്നെ അതിൻ്റെ ഒരു ഇമോഷണൽ പരിപാടി. ഇപ്പം സിനിമ പണിക്ക് പോകുന്നത്, എന്തിന് സിനിമ പണിക്ക് പോകുന്നത്, നാട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു കുടുംബത്തിലേക്ക്. ആൻഡ് ഐ സ്റ്റിൽ ബിലീവ്സ് വിത്ത് മൈ മോം. എൻ്റെ ഉമ്മയ്ക്ക് അത് കൊണ്ട് നാട്ടിൽ നേരെ വന്നു, നേരെ വീട്ടിൽ കൊണ്ട് ഉമ്മയ്ക്ക് കൊടുത്തു. ഇതാ അവാർഡ്, പിടിച്ചോളൂ അവാർഡ്. അങ്ങനെ പിന്നെ ഉമ്മയുടെ സുഹൃത്തുക്കളൊക്കെ വരും, അപ്പോൾ ചേച്ചിമാരൊക്കെ വരും, എല്ലാവരും ഇങ്ങനെ കണ്ടിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത്, മോനെ വിശ്വസിച്ച് മോനെ എക്സ്പ്ലോർ ചെയ്യാൻ വിട്ടതിന് അവർക്ക് കിട്ടിയ അംഗീകാരമാണത്. ബിക്കോസ് വളരെ സ്കെപ്റ്റിക്കലായിട്ട് അവർ തീരുമാനത്തിനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, ഈവൻ കുറച്ച് നാട്ടുകാർ, കുറച്ച് കുടുംബക്കാർ, കുറച്ച് ബാക്കിയുള്ളവർ, അവർ മുമ്പിൽ വി വേർ റൈറ്റ്, ഓക്കെ, ഈ സാധനം ആ ഒരു അഭിമാനത്തോടു കൂടെ ഇരിക്കാൻ അവർക്ക് പറ്റി. അതിൻ്റെ റീസണായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ ഇസ് വെരി ഹൈ. അതിന് നാഷണൽ അവാർഡൊന്നും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അത് ഏറ്റവും അവസാനത്തെ വർക്കാണ് നമ്മൾ നിർണ്ണയിക്കാൻ പോകുന്നത്. ദ വേ വി ഡീൽ, ദ വേ വി ക്ലോസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്തുകൊണ്ട് വേണം, ഒരു ബാലൻസിങ് കീപ്പ് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ നമുക്ക്. അത് മാത്രമല്ല നന്നായിട്ട് വർക്ക് ചെയ്യണം. ഇപ്പം എല്ലാ മേഖല ഇൻസ്റ്റന്റ് ആയി, AI കൂടെ എല്ലാ മേഖല ഇൻസ്റ്റന്റ് ആയി, ഭയങ്കര ഇൻസ്റ്റന്റ് ആയി. 9 years ആയി ഇൻഡസ്ട്രിയിൽ. ആൻഡ് 9 years മുമ്പ് വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ളത്. AI വന്നു, ടെക്നോളജിക്കലി ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയി. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇവഞ്ച്വലി ഇറ്റ് വിൽ റീപ്ലേസ് മീ ഓൾസോ. ഇപ്പോൾ ആദ്യം നമ്മൾ പോയിട്ട് ഒരു ഡയറക്ടർ ഇങ്ങനെ ബ്രീഫ് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റഫ് സ്കെച്ച്, ലൈൻ സ്കെച്ച് ചെയ്യുന്നു, നമ്മളിത് കാണിക്കുന്നു. ഇപ്പോൾ അതല്ല, ദാറ്റ് പാർട്ട് ഓൾറെഡി ഡൺ. കാരണം ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ആവശ്യമില്ല ഇതെന്ത് ചെയ്യാൻ, ഇത്തരം പണികൾ തീർക്കാൻ. ഇതൊക്കെ പിച്ച് ഡെക്കിൻ്റെ സമയത്തോ പിച്ചിങ്ങിൻ്റെ സമയത്തൊക്കെ തന്നെ ഡയറക്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഇതിൻ്റെ പ്രീവിയസ് നടത്തിയിട്ടുണ്ടാവാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI. അപ്പോൾ അത് വളരെ ക്വിക്കായിട്ടുണ്ട് കാര്യങ്ങൾ. ആർട്ട് ഒരു പ്രൊഡക്റ്റായിട്ട് മാറി എന്നുള്ളതാണ് രസം. AI വന്നതോടുകൂടി ആർട്ട് ഒരു പ്രൊഡക്റ്റായിട്ട് മാറി, അല്ലേ?
എനിബഡി ക്യാൻ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഓരോ 12 മണിക്കൂറിലും നമുക്ക് വീഡിയോ ഉണ്ടാക്കാം, ജെമിനയിൽ വീഡിയോ ഉണ്ടാക്കാം. അപ്പം എത്രയും പെട്ടെന്ന് അതിൽ എക്യുപ്ഡ് ആകുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. ഇതിൽ പാനിക്കായിട്ട് വലിയ കാര്യമൊന്നുമില്ല. പാനിക്കാവേണ്ട. എൻ്റെ ഒരു വലിയ തിയറി ഉണ്ട്. അതായത് ലോകത്തിലെ എല്ലാ സോഫ്റ്റ്വെയർസും നമുക്ക് പഠിക്കാൻ പറ്റില്ല, ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക്. പക്ഷേ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്നുണ്ട്, എന്തൊക്കെ സോഫ്റ്റ്വെയർ സർവീസ് ഉണ്ട്, ഇതുകൊണ്ട് എന്തൊക്കെ സാധ്യമാണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞിരിക്കണം. ഇത് ചെയ്യാൻ ഞാൻ പഠിച്ചോളണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഐ ഹാവ് ടു നോ ദ ചേഞ്ച്, ഇത് അപ്ഡേഷൻസ്. ഓക്കെ, ഈ സോഫ്റ്റ്വെയർ ഉണ്ട്, അപ്പോൾ ഇത് വെച്ച് റെൻഡർ ചെയ്താൽ ഇങ്ങനെ ഔട്ട് കിട്ടും എന്ന് ഞാൻ അറിഞ്ഞാൽ മതി. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അറിയേണ്ട കാര്യമില്ല, ബിക്കോസ് ഐ ഹാവ് പീപ്പിൾ ടു ഡു ദാറ്റ്. അപ്പോൾ അതാണ് ഒരു ബേസിക് സ്റ്റഡി മുന്നോട്ട് പോകണം. പിന്നെ അതിനെക്കുറിച്ച് നന്നായിട്ട് അവെയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിൽ മാസ്റ്റർ ചെയ്യുക. ഇപ്പം ഒരാൾ വരയ്ക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പണികൾ പഠിക്കുന്നതിന് പകരം ഇപ്പോൾ ഒരു പണി പഠിച്ചാൽ മതി. നല്ലൊരു പ്രോംപ്റ്റർ ആയാൽ മതി. പ്രോംപ്റ്റിങ്ങിൽ നന്നായിട്ട് ഡീപ്പ് റിസർച്ച് ചെയ്തിട്ട് അത് മാസ്റ്റർ ചെയ്യാനുള്ള നിർബന്ധമാണ്. AI എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കേണ്ട ഒരു കാര്യമില്ല, ബിക്കോസ് ഈസ് ഗോണ റൂൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ തുടങ്ങിയതും ആ വന്ന ജേർണിയൊക്കെ എല്ലാ കാലത്തും അപ്രീഷിയേറ്റഡ് ആയിരിക്കും. ഓഫ് കോഴ്സ് അതങ്ങനെ തന്നെയാണ്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞത് അതൊരു പൊതുവേ ഉള്ളൊരു അവഗണനയാണ്. അതായത് എനിക്കുണ്ടൊരു പ്രശ്നം. പൊതുവേ നമ്മളൊരു തൊഴിലാളി വർഗത്തിൻ്റെ പെർസ്പെക്റ്റീവ്, ഒരു പ്രൊലറ്റേറിയൻ പെർസ്പെക്റ്റീവ് നിന്നാണല്ലോ ആദ്യമേ കാര്യങ്ങൾ കാണുക. ആദ്യമേ നമ്മൾ അങ്ങനെയാണ് കണ്ട് പഠിച്ചതും ശീലിച്ചതൊക്കെ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിൻ്റെ ഇടയിലായതുകൊണ്ടും. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു തൊഴിൽ നഷ്ടത്തിനെ കുറിച്ചാണ് എൻ്റെ ആദ്യത്തെ ബേജാറ്. അത് ആ കമ്മ്യൂണിറ്റി അത് പലരും, ഇപ്പം നമ്മുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന പലരും ടെക്നിക്കലി അത്ര അഡ്വാൻസ്ഡ് ഒന്നല്ല എല്ലാവരും. പക്ഷെ ബ്രില്യൻ ആർട്ടിസ്റ്റുകളാണ്. കൈ കിട്ടുന്നതെന്തോ അത് വെച്ചിട്ട് ഇത്രയും വരയ്ക്കുന്ന മനുഷ്യന്മാരൊക്കെയാണ്. അപ്പം വി ഹാവ് ടു ബിവെയർ ആൻഡ് ഗെറ്റ് റെഡി ടു ഫേസ് ഇറ്റ് എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. കാരണം നമുക്ക് മലയാളികളുടെ പൊതുവെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പിണങ്ങും, പിന്നെ ഇണങ്ങും, പിന്നെ അങ്ങോട്ട് വണങ്ങും. അതിൽ ആദ്യം അതെല്ലാത്തിലും ഉള്ളതാണ്. എല്ലാത്തിനോടുമുള്ള ഒരു അവജ്ഞയുണ്ട്. പിന്നീട് അയാളായിരിക്കും എൻ്റെ അംബാസിഡർ, ബ്രാൻഡ് അംബാസിഡർ. ഇതാണ് നമ്മളുടെ ഒരു. അപ്പോൾ നേരത്തെ പോയി അങ്ങോട്ട് വണങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. ആട് 3 ട്രെയിലറിൻ്റെ അവസാനം പാർട്ട് 1 എന്ന് കണ്ടു. അപ്പോൾ പാർട്ട് 2 നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാം. ആക്ച്വലി ഇപ്പം ഒരുപാട് സുഹൃത്തുക്കൾ സിനി ഫൈൽസാണ് എൻ്റെ. ഒരുപാട് ഇപ്പം സിനിമ പണി തുടങ്ങിയതിന് ശേഷം ഇവരെല്ലാവരും കുത്തി ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാണിത്. പാർട്ട് 1, 2 എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ആദ്യം മിഥുൻ മാലിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. മിഥുൻ എന്ന് പറഞ്ഞ സ്റ്റോറി ടെല്ലറിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. മിഥുൻ എന്ന് പറഞ്ഞൊരു ജനാധിപത്യവാദിയെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. കാരണം ഒരു വർക്ക് സ്പേസിൽ നമ്മൾ എന്തുമാത്രം ബഹുമാനിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുപോലെ അതിൻ്റെ എന്താ പറയുക, ഒരു മകുടോദാഹരണമാണ് മിഥുൻ മാനൻ. അതിന് ഒരു ക്രൈസിസ് ഉണ്ടെന്ന സമയത്ത് അയാൾ ആദ്യം എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുക, കയ്യിൽ നിന്ന് പോയാലോചിക്കും, നടു പണി പള്ളിയില്ലേ, ഇങ്ങനെ ഇതാണ് അത്. അടുത്ത ചോദ്യം, എന്താണ് ഒരു സൊല്യൂഷൻ? സമയമുണ്ട്. ഇങ്ങനെയാണ്. അത് ഒട്ടും പാനിക്കാവാതെ വളരെ ജെൻറ്റിലായിട്ട് വളരെ വൈസായിട്ട് കാര്യങ്ങളെ തീരുമാനിക്കുന്നൊരു മനുഷ്യൻ. ഈവൻ നമ്മൾ ഇതിൻ്റെ കഥാഗതിയിൽ വരെ നമ്മളടുത്തൊക്കെ ഡിസ്കസ് ചെയ്യുന്ന അത്രയും നമുക്ക് ക്രിയേറ്റീവ് സ്പേസ് തരുന്നൊരു മനുഷ്യൻ. അത് നമ്മളോട് എല്ലാവരോടുള്ള ഡിസ്കഷൻ്റെ ഭാഗം തന്നെയാണ് ഈ പാർട്ട് 1 ആഡ് ചെയ്യാം എന്നുള്ളത് ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ സ്റ്റോറി സൈഡ് എല്ലാം തന്നെ കംപ്ലീറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു വേർഷനൊന്നുമല്ല, 3 ആംഗിളിൽ കംപ്ലീറ്റഡ് ആണ്. അങ്ങനെയൊക്കെയാണ് പുള്ളി കഥ പറയാറ്. അപ്പോൾ ഇതുണ്ട്. അപ്പോൾ അത് ആൾക്കാരുടെ ഒരു റിസപ്ഷൻ അനുസരിച്ച് ഈ പടം റിലീസായതിനു ശേഷമുള്ളൊരു ഓളം എങ്ങനെ ഇരിക്കും എന്നനുസരിച്ചൊക്കെയായിരിക്കാം അതിൻ്റെ ഒരു എക്സിക്യൂഷൻ സൈഡ് പ്ലാൻ. ഷൂട്ട് എന്തായാലും നമ്മൾ ചെയ്തിട്ടില്ല. ആട് പാർട്ട് 2 ഷൂട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ബട്ട് അതൊരു എന്താ പറയുക, ഒരു എക്സെപ്ഷണൽ ഫ്രാഞ്ചൈസി ആണുള്ളത്. ലോകത്തിലെ ഏതെങ്കിലും ഒരു സിനിമ ആദ്യത്തെ പാർട്ട് പരാജയപ്പെട്ടിട്ട് അതീവ ആത്മവിശ്വാസത്തോടു കൂടി രണ്ടാമത്തെ പാർട്ട് എടുത്ത, അതിന് തയ്യാറാവുക, അത് ചില്ലറ കാര്യമില്ലല്ലോ. അത് ആൾക്കാരുടെ പ്രതികരണങ്ങൾ കൊണ്ടും ആവശ്യങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ആക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പോലും എക്സൈറ്റഡ് ആണ്. ഈവൻ നമ്മൾ പോലും അതിൽ വർക്ക് ചെയ്ത ഓൾമോസ്റ്റ് ഒരു കൊല്ലത്തോളം ആ സ്ക്രിപ്റ്റും കയ്യിൽ പിടിച്ച് വർക്ക് ചെയ്ത ഞാൻ പോലും അതിൻ്റെ ആ ഒരു വേൾഡിൽ എക്സൈറ്റഡ് ആണ്.
ഭയങ്കര നമ്മൾ ഓർത്ത് ചിരിക്കുന്ന മൊമെൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് സെറ്റിൽ. കുറേ കോമഡി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സെറ്റിൽ തന്നെ എല്ലാവരും ഇരുന്ന് കൂട്ടുകൂടാ ചിരിക്കുന്ന സീരിയൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം യാ ഇറ്റ് വാസ് റിയലി നൈസ് ടോക്കിംഗ് ടു യു ആക്ച്വലി. ചുരുങ്ങിയ സമയം കൊണ്ട് പുറത്തെടുക്കാവുന്ന കാര്യങ്ങളൊന്നും അല്ല ഈ തലയിലുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല ഇത്രയും ചിന്തകളുള്ള, ഇത്രയും വലിയ രാഷ്ട്രീയം മനസ്സിലുള്ള, ഇത്രയും വൈൽഡ് ഇമാജിനേഷനുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഒരു എഐക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ആട് 3ക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും നല്ല നല്ല പ്രോജക്ട്സ് കിട്ടട്ടെ, നമുക്ക് ഒരുപാട് നല്ല വർക്ക്സ് കാണാൻ പറ്റട്ടെ പ്രേക്ഷകർ എന്ന നിലയിൽ. താങ്ക് യു സോ മച്ച്.